നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പത്ത് വൻ ലഹരിവേട്ട. ലോറിയിൽ കൊണ്ടുവന്ന 188 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വാഹനമോടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി അലി അഷർ അറസ്റ്റ്. മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പെരിന്തൽമണ്ണയിൽ വൻ പ്രതിഷേധം. വിവിധ ഇടവകകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മതേതര ജനാധിപത്യ രാജ്യത്തിനേറ്റ കളങ്കമാണ് അറസ്റ്റെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. മരം വെട്ടുന്നതിനിടെ തൊഴിലാളി അരയിൽ കയർ കുരുങ്ങി മരിച്ചു. മണ്ണാർക്കാട് കരിമ്പ ഇടക്കുറിശി ബെന്നിപ്പോൾ എന്ന പാലാരാജുവാണ് മരിച്ചത്. സുരക്ഷയ്ക്കായി അരയിൽ കെട്ടിയ കയറിൽ കൊമ്പ് പൊട്ടിവീണാണ് അപകടം. ഒറ്റപ്പാലത്തുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമം. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് റെയിൽവേ. മാന്നന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് ക്യാമറകൾ വച്ചത്. നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ വരെയാക്കണമെന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ. നിലവിൽ കൊച്ചുവേളി വരെയാണ് സർവീസ്. ആവശ്യം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കൊപ്പത്ത് വൻ ലഹരിവേട്ട. ലോറിയിൽ കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. വാഹനമോടിച്ചിരുന്ന മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി അലി അഷറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ കൊപ്പം മുളയങ്കാവ് റോഡിൽ നിന്നാണ് ലോറിയിൽ കൊണ്ടുവന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടിയത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെ KL 51Q 3215 എന്ന നമ്പറിലുള്ള ലോറി സംശയാസ്പദമായി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ലോറിയിൽ നിന്നും 188 ചാക്കുകളിലായി 5,05,480 പാക്കറ്റ് ലഹരി വസ്തുക്കളും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും കണ്ടെടുക്കുകയായിരുന്നു. വാഹനമോടിച്ചിരുന്ന മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശിയായ അലി അസ്കർ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് കൊപ്പം പോലീസ് അറിയിച്ചു. വിവിധയിടങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയതെന്നാണ് വിവരം. മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം ഇരമ്പി. പെരിന്തൽമണ്ണ മരിയാപുരം ഫെറോനകളിലെ വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധം ഇരമ്പി. വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ നടത്തിയ പ്രതിഷേധ റാലിയിലും യോഗത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ലൂർദുമാത പള്ളി പരിസരത്ത് നിന്നുമാണ് പ്രതിഷേധ റാലി ആരംഭിച്ചത്. കൊടികളും പ്ലക്കാർഡുകളുമേന്തി റാലിയിൽ പങ്കെടുത്തവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പ്രതിഷേധ റാലി നഗരം ചുറ്റി പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസ ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം മരിയാപുരം ഫെറോന വികാരി ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതവിശ്വാസം അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്തുവാനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെന്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരികൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞങ്ങളിന്ന് ഇത്രയും ആൾക്കാരിവിടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം, വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ട്രീസ ഞെർലക്കാട്ട്, ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പറമ്പിൽ, മനോജ് വിട്ടുവേലിക്കുന്നേൽ, വർഗീസ് കണ്ണാത്ത്, ഷാൻഡോ തകിടിയേൽ, AJ സണ്ണി, ജോർജ് ചിറത്തലയാട്ട്, ബോബൻ കൊക്കപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദീർഘകാലമായി ക്രൈസ്തവ വിശ്വാസികളായിരുന്ന പെൺകുട്ടികൾ മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് പോയതെന്ന് പെൺകുട്ടികൾ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കന്യാസ്ത്രീകൾ ശ്രമിച്ചത്. ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യത്തിനേറ്റ കളങ്കമാണ് നിരപരാധികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവമെന്നും ഇന്ത്യയുടെ മതേതരത്വത്തിനും പൗരാവകാശത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമാണിതെന്നും പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവർ പറഞ്ഞു. ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മാന്യമായ ജീവിത സാഹചര്യത്തിലേക്ക്, സുരക്ഷിതമായ വാസസ്ഥലത്തേക്ക്, ഒരു ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ 2 കന്യാസ്ത്രീകളെയാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടയാക്കിക്കൊണ്ട്, തടഞ്ഞു വെച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, ദിനംകണിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ നടത്തിക്കൊണ്ടുപോയത്.
ഇത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും മേലേറ്റ ഏറ്റവും വലിയ കളങ്കമാണ്. ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടനയെപ്പോലും നാണിപ്പിക്കുന്ന ഇത്തരം സംഭവത്തിൽ ഭരണാധികാരികൾ പൊതുസമൂഹത്തോടും കന്യാസ്ത്രീകളോടും മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പാരിഷ് കൗൺസിൽ, കുടുംബ കൂട്ടായ്മ, KCYM, കത്തോലിക്ക കോൺഗ്രസ്, ചെറുപുഷ്പ മിഷൻ ലീഗ്, KLCA, മാതൃവേദി, പിതൃവേദി, സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, യൂത്ത് ഫോറം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു റാലി നടന്നത്. വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ, സന്യസ്തർ, അൽമായ പ്രതിനിധികൾ, പ്രദേശവാസികൾ ഉൾപ്പെടെ അനേകം ആളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. മരം മുറിക്കുന്നതിനിടെ കയർ അരയിൽ കുരുങ്ങി തൊഴിലാളി മരിച്ചു. കരിമ്പ ഇടക്കുരിശി നെല്ലിക്കുന്ന് ബെന്നിപ്പോൾ എന്ന പാലാ രാജുവാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. മുതുകുരിശി തെക്കുംപുറത്ത് മരം മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തച്ചമ്പാറ മുതുകുരിശി തെക്കുംപുറത്താണ് സംഭവം. മരത്തിൽ കയറിയ രാജു സുരക്ഷയ്ക്കായി അരയിൽ കയർ കെട്ടിയിരുന്നു. ഈ കയറിലേക്ക് വലിയൊരു കൊമ്പ് പൊട്ടിവീഴുകയായിരുന്നു. മരക്കൊമ്പിൻ്റെ ഭാരം കാരണം കയർ അരയിൽ മുറുകി. ഇതോടെ രാജുവിന് മരത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെയായി. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ കയർ അറുത്തു മാറ്റിയെങ്കിലും രാജുവിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് വട്ടമ്പലത്ത് നിന്ന് അഗ്നിരക്ഷാസേന എത്തി നെറ്റ് കെട്ടിയാണ് താഴെ ഇറക്കിയത്. ഉടൻ തന്നെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. കാഞ്ഞിരപ്പുഴ കനാൽ വശത്തെ മരങ്ങൾ മുറിക്കാൻ കരാർ എടുത്ത സംഘത്തിലെ തൊഴിലാളിയാണ്. ഭാര്യ പാർവതി, റിജോ, റോഷ്നി എന്നിവർ മക്കളാണ്. ഒറ്റപ്പാലത്ത് ഒരാഴ്ച മുമ്പ് ട്രെയിൻ അട്ടിമറി ശ്രമമുണ്ടായ സ്ഥലത്തും 2 വർഷം മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു നേരെ കല്ലേറുണ്ടായ സ്ഥലത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഷൊർണൂർ പാലക്കാട് റെയിൽപാതയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് 2 CCTV ക്യാമറകൾ കണ്ണു തുറന്നത്. വിജനമായ പ്രദേശത്ത് അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും നിരീക്ഷണ ക്യാമറകളുടെ സഹായം ലഭിക്കാത്തതും അന്വേഷണങ്ങൾക്ക് തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസിനും RPFനും ലഭിക്കുന്ന നിലയിലാണ് ക്രമീകരണം. അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അതേസമയം ഇരു കേസുകളിലും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച ഈ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച നിലയിലാണ് കണ്ടെത്തിയത്. പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകളായിരുന്നു പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിന് മുകളിൽ. എറണാകുളം പാലക്കാട് മെമുവിൻ്റെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ട്രെയിൻ അട്ടിമറി ലക്ഷ്യത്തോടെ ക്ലിപ്പുകൾ വെച്ച കുറ്റത്തിനാണ് പോലീസ് അന്വേഷണം. ഇതേ ഭാഗത്തായിരുന്നു 2 വർഷം മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. 2023 സെപ്റ്റംബർ 13 തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. യാത്രക്കാർ ഭാഗ്യത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും AC കമ്പാർട്ട്മെൻറ്റിലെ ജനൽ ചില്ലുകൾ തകർന്നിരുന്നു. കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കുന്ന രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പരിഗണിക്കുമെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞു. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ മെമു സർവീസ് ആരംഭിക്കുന്ന കാര്യവും MP ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന രാജ്യറാണി എക്സ്പ്രസ് കൊച്ചുവേളി സ്റ്റേഷനിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത്. മുമ്പ് തിരുവനന്തപുരം സെൻട്രൽ വരെ സർവീസ് നടത്തിയിരുന്നു. രാജ്യറാണി എക്സ്പ്രസ് പഴയതുപോലെ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ നിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ഈ ട്രെയിനിൽ RCCയിലേക്കും ശ്രീചിത്രയിലേക്കുമുള്ള നിരവധി രോഗികൾ യാത്ര ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരുടെ കൂടെ കുഞ്ഞുകുട്ടികളും വയോധികരുമടക്കം ഒട്ടനേകം യാത്രക്കാരുണ്ട്. ട്രെയിൻ കൊച്ചുവേളിയിൽ നിർത്തിയിടുന്നത് മൂലം വലിയ പ്രയാസമാണുള്ളതെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. This railway line, Nalambur railway line to Shornur and then to Trivandrum, that's an age-old one, sir. A lot of potentials are there. We have to give a special consideration to it. Sir, my question now I used to ask is, sir, this most important train is Rajarani, that is from Nalambur to Trivandrum. Sir, this train is coming from Nalambur and that is stopping at Kochuveli, which is not at Trivandrum, 10 kilometers this side. Sir, that train carries a lot of patients.
In Trivandrum, there are two medical institutions that of national status, one regional cancer center, other thing is Sri Chitra Tirunal. That also is a national level institution. So these patients, they have to get down at Kochuveli and then catch the other thing. Patients, ladies and kids and other passengers, they are suffering like anything. Minister may be knowing that, he is a kind man also. What I am asking is, why can't you solve that problem? Extend that, sir. Extend that. Extend that. That is my first thing. MP ആവശ്യപ്പെട്ട കാര്യം വളരെ ഗൗരവമേറിയതാണെന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേഗത്തിൽ നടപടികളെടുക്കുമെന്നും മന്ത്രി മറുപടി നൽകി. तो ये प्रधानमंत्री श्री नरेंद्र मोदी जी का स्पष्ट कमिटमेंट है मिडिल क्लासेस के लिए, लो इनकम के लिए. मान्यवर सांसद महोदय ने जो राजरानी एक्सप्रेस का कोचुवेली का कहा है, उसकी मैंने इसको संज्ञान में लिया है. और जो इन्होंने कहा कि क्या उसका एक्सटेंशन त्रिवेंद्रम हो सकता है, त्रिवेंद्रम तक हो सकता है, उसकी फिजिबिलिटी लेकर मैं आपसे वापस चर्चा करूँगा. നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ മെമു സർവീസ് വളരെ കാലമായി കാത്തിരിക്കുകയാണ്. മെമു സർവീസ് തുടങ്ങാൻ വേണ്ട ഭൗതിക സൗകര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും വൈദ്യുതീകരണം അടക്കം കഴിഞ്ഞിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. റെയിൽവേ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് യാത്രക്കാരുടെ എണ്ണം, സാമ്പത്തിക സാങ്കേതിക സംവിധാനങ്ങളുടെ ലഭ്യത എന്നിവ മാത്രം അവലംബിക്കുന്നത് ശരിയല്ലെന്നും സാമൂഹ്യ ബാധ്യതയും കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും MP ശ്രദ്ധയിൽപ്പെടുത്തി. ടൂറിസവുമായി ബന്ധപ്പെട്ട റെയിൽവേ വികസനത്തിന് ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത എന്നുള്ളതും പരിഗണിക്കേണ്ടതുണ്ടെന്നും MP ആവശ്യപ്പെട്ടു. Trivandrum, Kochuveli, so that it will be a help. The other thing is with regard to memo service, a lot of work was done in that. A lot of work. Electrification is now over, sir. Everything is ready now. I don't know why the delay. Kindly examine that and take a final decision on the memo service which we have requested. Number one. Another thing is, sir, with regard to this Nellambur-Shornur route, it's a historical route, I told you. Not only that, it's a tourist destination, sir. Both sides, it is very, its scenic beauty is unexplainable. There is a lot of chances for tourist-related kind of this thing. For that also, there are some schemes or some bogies, something like that. All these things can be considered. I humbly request the Honourable Minister and to examine whether these two things also may kindly be considered. I would like to say how our government is basically trying to increase the capacity of railway network in Kerala. Congress, which ruled this country for 60 years, what was the work which was done in Kerala? What was the work which was done in Kerala? Sir, introduction of new trains basically requires increased capacity of railway tracks. Introduction of new trains requires increased capacity of railway tracks. Today, the entire railway network in Kerala, our government under Prime Minister Shri Narendra Modi ji's leadership has taken up DPR preparation of very important entire. ഇടവേള. വാർത്തകൾ തുടരുന്നു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂൾ സ്വന്തമായ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പൊന്നേത്ത് പൂക്കോട്ടിൽ ഖാദർ ഹാജി വെള്ളപ്പാറയിൽ സൗജന്യമായി നൽകിയ 15 സെന്റ് സ്ഥലത്താണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. 4500 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ, കളിസ്ഥലം, മീറ്റിംഗ് ഹാൾ, അടുക്കള, ഡൈനിങ് ഹാൾ ഉൾപ്പെടെയുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. മന്ത്രി MP രാജേഷ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനത്തിനും നമ്മളുടെ പൊതുപ്രവർത്തനത്തിനും ഒരു അർത്ഥം ഉണ്ടാകുന്നത് നാം വഹിക്കുന്ന മഹാപദവികളുടെ പേരിലല്ല, ആ പദവികൾ നമ്മൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് ആ സേവനങ്ങളാണ് മഹത്തായ കാര്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പൂ പിലാക്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ T ഷീല, T ഷിജില, N ശ്രീദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രബീന ഹബീബ്, ഗിരിജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VP റഷീദ്, സാജി പൊന്നേത്ത്, പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ 30ഓളം കുട്ടികൾ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾ ഉള്ള വാടക കെട്ടിടങ്ങളിൽ മാറി മാറിയാണ് സ്കൂൾ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നത്.
ഒറ്റപ്പാലം മീറ്റ്ന തടയണയിൽ മത്സ്യബന്ധനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തുന്നതിനായി 5-ാം ദിവസം ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാലപ്പുറം സ്വദേശി യൂസഫിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നത്. ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് 5-ാം ദിവസം ഡ്രോൺ ഉപയോഗിച്ച് ഒഴുക്കിൽപ്പെട്ട് കാണാതായ യൂസഫിനായുള്ള തിരച്ചിൽ നടത്തിയത്. മീറ്റ്ന തടയണ മുതൽ മാന്നന്നൂർ തടയണ വരെ തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി. 4 ദിവസങ്ങളിലായി പുഴയിലെ വിവിധ ഇടങ്ങളിൽ ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസും സ്കൂബ സംഘവും പരിശോധന നടത്തിയെങ്കിലും യൂസഫിനെ കണ്ടെത്താനായില്ല. വാണിയംകുളം ചന്തയിൽ വരുന്ന വാഹനങ്ങൾക്കും കന്നുകാലികൾക്കും ഇരട്ടിയിലധികം തുക ഈടാക്കുന്നതായി പരാതി. വാണിയംകുളം സ്വദേശി ദിലീപാണ് പരാതിയുമായി രംഗത്ത് വന്നത്. വാണിയംകുളം ചന്തയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്ന നാൽക്കാലികൾക്ക് സർക്കാർ നിശ്ചയിച്ച തുകയുടെ ഇരട്ടിയിലധികം തുകയാണ് ചന്ത കരാറെടുത്തവർ പിരിക്കുന്നതെന്ന ആരോപണവുമായാണ് വാണിയംകുളം സ്വദേശിയായ വാഹന ഉടമ ദിലീപ് രംഗത്ത് വന്നത്. ഇതിനു പുറമെ ചന്തയിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ നിന്നും അധിക തുക ഈടാക്കുന്നതായും ദിലീപ് പറഞ്ഞു. വാണിയംകുളം ചന്തയിൽ നടക്കുന്ന പിരിവിനെ കുറിച്ചിട്ട് ഗുണ്ടാപിരിവാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പിരിവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏച്ചറിന് 400-ഉം ലോറിക്ക് 500-ഉം പിക്കപ്പിന് 250-ഉം പോത്തിന് 50-ഉം വെച്ചിട്ടാണ് അവർ പിരിക്കുന്നത്. ഇതൊരു പോത്തിന് 6 രൂപയും ആടിന് 3 രൂപയാണ് പിരിക്കേണ്ടത്. വിവരാവകാശം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ ഇത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ റോബറിക്ക് കേസെടുക്കണമെന്ന് പറഞ്ഞ് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും നടന്നിട്ടില്ല. ഈ ഗുണ്ടാപ്പിരിവിനെതിരെ ഇനി നിയമ നടപടികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി അറിയില്ല. ഇനി അവിടെ പോയി തർക്കമുണ്ടായ ആരൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഒരു വണ്ടി ഓടി ജീവിക്കുന്നത്. അതിന് ഒരു നിയമ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വാഹനങ്ങൾക്ക് ഇതുവരെ പിരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 250, 500, 400 വെച്ചിട്ടാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു നിയമ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പിരിവേരോട് അന്വേഷിച്ചപ്പോൾ വാണിയംകുളം ചന്തയുടെ പിരിവെടുത്ത ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ സെക്രട്ടറിക്കും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാർക്കും അതിൻ്റെ പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. അതിനെക്കുറിച്ചിട്ടും ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറയുന്നു. ഹൈക്കോടതി വിധി പ്രകാരം ചന്തയിലെ ലൈസൻസ് ഫീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ലെന്നും ദിലീപിന്റെ പരാതിയിൽ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് SP, ഷൊർണൂർ DSP, ഒറ്റപ്പാലം SHO, വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് ദിലീപ് പരാതി നൽകി. അതേസമയം വാണിയംകുളം ചന്തയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ 1988 മുതൽ നടന്നു വരുന്ന കാലിച്ചന്ത കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കന്നുകാലി ചന്തകളിൽ പൊതുവായി നടക്കുന്ന ചന്തയാണ്. സ്വകാര്യ മേഖലയിൽ വിവിധ ചന്തകൾ നടക്കുന്നുണ്ട്. ആ ചന്തകളുടെയൊക്കെ ആളുകൾ ചേർന്ന് ഇപ്പോൾ അനങ്ങനടി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയൊരു സ്വകാര്യ ചന്ത ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി വാണിയംകുളം ചന്തേനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നതിനും വേണ്ടി തൽപര കക്ഷികൾ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. വാണിയംകുളം ചന്ത വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു സ്വത്താണ്. കവളപ്പാറ സ്വരൂപത്തിൽ നിന്ന് 1988 പഞ്ചായത്ത് ഭരണസമിതിയാണ് 8 ലക്ഷത്തിലധികം ഉറുപ്പിക കൊടുത്ത് ആ ചന്ത ഏറ്റെടുത്തതും തുടർന്ന് ഓരോ വർഷത്തിലും ഒരു വർഷത്തിൽ ലേലം ചെയ്ത് കൊടുക്കുന്നതാണ് ചന്ത. ഫീസ് പിരിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള ഫീസാണ് വാണിയംകുളം ചന്തയിൽ തിരിച്ചു വരുന്നത്. ഈ വാണിയംകുളത്തെ ഈ ഏറ്റവും വലിയ കാലിച്ചന്ത തകർത്ത് സ്വകാര്യ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ചില തൽപര കക്ഷികൾ ഈ പഞ്ചായത്തിൻ്റെ പൊതു സ്വത്ത് തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഈ പ്രശ്നങ്ങളെ, തെറ്റായ പ്രചരണങ്ങളെ തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ യൂസഫ് എന്ന് പറയുന്ന പനമണ്ണയിൽ സ്വകാര്യ ചന്ത ആരംഭിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകളാണ് ഹൈക്കോടതിയിൽ പോയത്. അവർ 2 ആവശ്യമാണ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആ 2 ആവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ച നിർദ്ദേശം വാണിയംകുളം ചന്തയിൽ നടപ്പാക്കിയിട്ടുണ്ട്. നെല്ലായ മാവുണ്ട്രിക്കടവ് റോഡിൽ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെക്കാത്ത് തച്ചങ്ങാട് വളവിൽ വലിയ അപകടം പതിയിരിപ്പുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴിയിൽ വീണ് നടുവൊടിയാനുള്ള സാധ്യത ഏറെയാണ്. നെല്ലായ മാവുണ്ട്രിക്കടവ് റോഡിൽ തച്ചങ്ങാട് ഭാഗത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി അപകട വളവുകൾ നിറഞ്ഞ ഈ ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ കൂടി രൂപപ്പെട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ അപകടകരമായി മാറുകയാണ്. നെല്ലായ ഭാഗത്തു നിന്നും വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടമുണ്ടാവുന്നത് പതിവായിട്ടുണ്ട്.
ഇതിൽ കൂടുതലും ഇരുചക്രവാഹനങ്ങളാണ്. കുഴി മറികടക്കാൻ ശ്രമിച്ചാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് മുമ്പിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഈ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചതാണ്. എന്നാൽ മഴ പെയ്തതോടെ പുതിയ വലിയ കുഴികൾ ഇവിടെ രൂപപ്പെട്ടതാണ് ഇപ്പോൾ അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. നിപ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോളിടെക്നിക് പ്രവേശനം നേടാൻ കഴിയാതിരുന്ന മണ്ണാർക്കാട് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ അവസരം. നോഡൽ പോളിടെക്നിക്കിൽ നടന്ന കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനാകുമെന്ന് ചെർപ്പശ്ശേരി മലബാർ പോളിടെക്നിക് അധികൃതർ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവേശനത്തിനുള്ള സമയം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, AI ആൻഡ് മെഷീൻ ലേണിംഗ് ബ്രാഞ്ചുകളിൽ ഏതാനും സീറ്റുകൾ മലബാർ ക്യാമ്പസിൽ ഒഴിവുണ്ട്. നിപ നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ മണ്ണാർക്കാട് മേഖലയിലെ പല വിദ്യാർത്ഥികൾക്കും പ്രവേശനം നേടാൻ കഴിഞ്ഞിരുന്നില്ല. മെറിറ്റ്, മാനേജ്മെന്റ് കോട്ടകളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രവേശനം നേടാനാവും. ഈ കഴിഞ്ഞ 16-ാം തീയതി മുതൽ പാലക്കാട് നോഡൽ പോളിടെക്നിക്കിൽ നടന്ന പോളിടെക്നിക് പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നുള്ള കുട്ടികളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. നിപ റിലേറ്റഡ് ആയിട്ട് വന്ന ചില നിയന്ത്രണങ്ങൾ കാരണം കുട്ടികൾക്ക് വേണ്ടതുപോലെ രജിസ്റ്റർ ചെയ്ത് കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കാരണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഏരിയയിലുള്ള കുട്ടികൾക്ക് ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതായത് വീണ്ടും ഫ്രഷായിട്ട് പോളി അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഇനിയും അവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതേ ഉള്ളൂ. പോളിടെക്നിക് അഡ്മിഷൻ ഏറെക്കുറെ സമാപനത്തിലേക്ക് നീങ്ങാണ്. എന്നാൽ പോലും അവശേഷിക്കുന്ന സീറ്റുകളിലേക്ക് ഫ്രഷായിട്ട് കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ളൊരു അവസരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദേശം പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള കുട്ടികളെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇതുപോലെ ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. SSLC അടിസ്ഥാന യോഗ്യതയായ ഈ കോഴ്സുകൾ വിജയിക്കുന്നവർക്ക് PSC, UPSC, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ രാജ്യത്തിനകത്തും പുറത്തും അവസരം ലഭിക്കും. +2 സയൻസ്, ITI, VHSC കോഴ്സുകൾ പാസ്സായവർക്ക് 2ാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനവും ലഭിക്കും. 14ാം വർഷത്തിലേക്ക് കടക്കുന്ന ക്യാമ്പസിൽ നിന്ന് ഇതുവരെ പഠനം പൂർത്തിയാക്കിയ 90% പേരും ജോലി നേടാനായതായും അധികൃതർ പറഞ്ഞു. ഇതിൽ ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിംഗ് 2023 തുടങ്ങിയ ഒരു ബ്രാഞ്ചാണ്. അടുത്ത വർഷമാണ് അതിന് ആദ്യത്തെ ബാച്ച് പാസ് ഔട്ടാണ്. ബാക്കി 3 ബ്രാഞ്ചുകളിലും ഇപ്പോൾ ഏകദേശം 2015 മുതൽ പാസ് ഔട്ട് തുടങ്ങിയ എന്ന് വെച്ചാൽ 10 വർഷം 10 ബാച്ചായിരുന്നു പാസ് ഔട്ടായി. അപ്പോൾ ഇതുവരെ ഒരു 90, ഞാൻ അങ്ങനെ പറയാം, ഞാൻ 100% എന്ന് പറയില്ല, 90% വിദ്യാർത്ഥികളെങ്കിലും പാസ് ഔട്ടായ വിദ്യാർത്ഥികളിൽ ജോലി നേടിയിട്ടാണ് അവിടുന്ന് പോയിരിക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ട്, ചിലവർ ഓൺട്രപ്രണറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോമയുടെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ഡിപ്ലോമനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് 3 വർഷത്തെ ഡിപ്ലോമയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരു വിദ്യാർത്ഥിക്ക് 3 വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ നേടാം. വേറെ 12ാം ക്ലാസ് 12 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞ കുട്ടി, അല്ലെങ്കിൽ ഒരു KGC കഴിഞ്ഞ കുട്ടി, അല്ലെങ്കിൽ ITI കഴിഞ്ഞ കുട്ടിക്ക് നേരിട്ട് ഡിപ്ലോമയുടെ 2ാം വർഷത്തിലോട്ട് വരാം. എന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് ഇയറിന് പഠിക്കേണ്ട, നേരെ സെക്കൻഡ് ഇയറിലോട്ട് വരാം. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് സെക്രട്ടറി MP അബ്ദുൾ റഹ്മാൻ, പ്രിൻസിപ്പൽ A സിറാജുദ്ദീൻ, വിവിധ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തലവന്മാരായ KK പ്രകാശൻ, മുഹമ്മദ് താഹിർ, കൃപ, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ K മുഹമ്മദ് ഇസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രക്തദാനത്തിന്റെ സാമൂഹ്യ സന്ദേശങ്ങളുമായി വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ ജീവദ്യുതി രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക്, ജീവദ്യുതി പോൾ ആപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാനത്തിന്റെ സാമൂഹിക സന്ദേശങ്ങൾ വിദ്യാർത്ഥി യുവജനങ്ങളിൽ എത്തിക്കുക, ജനകീയ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. NSS വളണ്ടിയർമാർക്ക് പുറമെ അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, SMC അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, തൊഴിലാളികൾ, വീട്ടമ്മമാർ, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം നൽകിയത്. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ജീവദ്യുതി പ്രൊജക്ടിന്റെ കീഴിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ അബ്ദുൽ ജലീൽ കണക്കപ്പിള്ള, പ്രിൻസിപ്പൽ G ജുമൈലത്ത്, പ്രധാനാധ്യാപകൻ സുനിൽകുമാർ, സുരേഷ് ബാബു കാരക്കുന്നുമ്മൽ, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ എന്നിവർ നേതൃത്വം നൽകി. ഒരു ചെറിയ ഇടവേള കൂടി.
മറ്റു വാർത്തകൾ. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരേ വസ്ത്രത്തിൽ ഇനി ശ്രീകൃഷ്ണപുരം ശ്രീരാമജയം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ജനറൽ ന്യൂട്രൽ യൂണിഫോം സ്കൂളിൽ നടപ്പാക്കി. യൂണിഫോം വിതരണോദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക നിർവഹിച്ചു. തുല്യതയുടെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ ഈശ്വരമംഗലം ശ്രീരാമജയം ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി മുതൽ ആഴ്ചയിലൊരിക്കൽ ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് ക്ലാസുകളിലെത്തും. സമദർശനം എന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാലയ PTA ഒരു സന്നദ്ധ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ പ്രത്യേക യൂണിഫോം സൗജന്യമായി എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയാണ് സമത്വം സുന്ദരം പദ്ധതി ഏറ്റെടുത്തത്. വിദ്യാഭ്യാസ കാലത്തു തന്നെ തുല്യനീതിയുടെ വെളിച്ചം പകർന്നു നൽകുന്നതിനോടൊപ്പം ആത്മവിശ്വാസം, പരസ്പര ബഹുമാനം, തുല്യത എന്നീ മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുകൂടിയാണ് സമത്വം സുന്ദരം പദ്ധതി സ്കൂളിൻ്റെ 75ാം വാർഷികാഘോഷ പരിപാടികളിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയത്. നമ്മളെല്ലാവരും കുട്ടികളാണോ? ആ കുട്ടികൾ കൈപൊക്കിക്ക്. അപ്പൊ ഞങ്ങളോട് ആദ്യം ചോദിച്ചത് എന്താ? നമ്മളിപ്പോ ഇന്നത്തെ വിഷയം? നമ്മളെല്ലാവരും തുല്യരല്ലേ? അപ്പൊ കുട്ടികളായ എല്ലാവരും കൈവന്തിക്കുക പറയുമ്പോ എല്ലാവരും കൈവന്തിക്കുക, കുട്ടികളെല്ലാവരും. അപ്പൊ നമ്മൾ ആദ്യമായി ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, ചിലപ്പോ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു സമത്വ സുന്ദര സ്കൂള് നമ്മുടെ ജെൻഡർ കാഴ്ചപ്പാടോട് കൂട്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിദ്യാലയമായിരിക്കും നമ്മുടെ SRG സ്കൂള്. അത് മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ മാതൃകയായിരിക്കും. നമ്മളെപ്പോഴും ജെൻഡർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ജെൻഡർ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പദ്ധതികൾ എന്നാണ്. പക്ഷെ ജെൻഡർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവിധം മനുഷ്യന്മാരെയും ഉൾപ്പെടുത്തിയിട്ട് അതില് വയോജനങ്ങളുണ്ടായിരിക്കാം, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, ലിംഗക്കാരുണ്ട്, ഇനി മൂന്നാം ട്രാൻസ്ജെൻഡേഴ്സ്, എല്ലാവരും ഉൾപ്പെട്ടതാണ് നമ്മുടെ സമൂഹം. PTA പ്രസിഡന്റ് P. മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK ദ്വാരകാനാഥൻ, പ്രധാനാധ്യാപകൻ PG ദേവരാജൻ, GRC ഫെസിലിറ്റേറ്റർ VR പ്രമീള കുമാരി, P. സവിത, KR പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം വിപുലീകരിച്ചു. വൈസ് ചെയർമാൻ ഡോക്ടർ P. ഉണ്ണീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ നവീകരിച്ച ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം സജ്ജമായി. പക്ഷാഘാതമോ അപകടങ്ങളോ മൂലം നട്ടലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി, കുട്ടികളിലെ ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം, ഒക്യുപേഷണൽ തെറാപ്പി, വിവിധ കാരണങ്ങളാൽ സംസാരിക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പി, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലൂടെ ലഭ്യമാകും. കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ അവയവം വെച്ചു കൊടുക്കുന്നതിനും ഇതിനുള്ള പരിശീലനവും നൽകാനാവും. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് അതിനൂതനമായ സംവിധാനങ്ങൾ സംഘടിപ്പിച്ച കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ നവീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ പുതിയ അനക്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 35 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അൽഷിഫയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് 3000-ഓളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ്. അത് കംപ്ലീറ്റ് ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ എല്ലാം ഫുൾ ടൈം ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ, ന്യൂറോ സർജന്മാരായ ഡോക്ടർ ജോബി ജോസ്, ഡോക്ടർ അരുൺ ബാബു ജോസഫ്, ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നൂറുദ്ദീൻ, ഡോക്ടർ യതീഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, ENT സർജൻ ഡോക്ടർ ബേബി സസ്ന, ഡെൻ്റൽ സർജൻ ഡോക്ടർ ഫൗസിയ, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, പീഡിയാട്രീഷ്യന്മാരായ ഡോക്ടർ ആദിൽ, ഡോക്ടർ വിഷ്ണു, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സെമിൽ പൂവഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടനുബന്ധിച്ച് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ സമയ ഫിസിയാട്രിസ്റ്റിൻ്റെ സേവനമുൾപ്പെടെ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കും.
ദീർഘകാലം കിടത്തി ചികിത്സ വേണ്ടവർക്ക് പ്രത്യേക പാക്കേജുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. 4 വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ടിപ്പോൾ നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്ലോക്ക്, അതായത് കിടത്തി ചികിത്സിക്കാൻ ഉള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷണൽ തെറാപ്പി ഏരിയ, പുതിയ ഫിസിയോതെറാപ്പി ഏരിയ, അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വാലോ, ഇതിനെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി, ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഒക്കുപേഷണൽ തെറാപ്പി, അതിൽ അഡൾട്ട് ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ADHD, സെറിബ്രൽ പാൾസി, ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ നീഡ്സും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ വിഭാഗമാണ് കിംസ് അൽ ഷിഫയിൽ ഉദ്ഘാടനം ചെയ്തത്. ഷോർട്ട് ന്യൂസ് നോക്കാം. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്തതിനെ തുടർന്ന് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി AE ഉപരോധിച്ചു. വരോട്, ഷാപ്പുംപടി, അത്താണി, 4 മൈൽ, വാര്യത്തുപടി, തേക്കിൻകാട് ഭാഗങ്ങളിലെ 500-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളം എത്താത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വാർഡ് കൗൺസിലർമാരായ T. ലത, K. അക്ബർ അലി, K. അബ്ദുൽ നാസർ എന്നിവരാണ് ഉപരോധിച്ചത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി AO സുമതി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ അബ്ദുൽ നാസർ അധ്യക്ഷനായി. അധ്യാപിക റോജ MT അനുസ്മരണം നടത്തി. ഉപജില്ലാ കൺവീനർ പരമേശ്വരൻ, പ്രിൻസിപ്പാൾ സുരേഷ്, അനില, CV ദിനേശ്, T. കൃഷ്ണകുമാർ, സബിത, NP ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഷാ സെമിനാറിൽ M. രഘുനാഥൻ, MV രാജൻ എന്നിവർ മോഡറേറ്റർമാരായി. നമ്മുടെ MTയെ പറയുകയാണെങ്കിൽ ഒരു ദിവസമോ ഒരു മാസമോ അല്ല, അതിനേക്കാളേറെ പറയാനുള്ള സാഹിത്യ രചനകളെ കുറിച്ച് ചർച്ച ചെയ്യാനും നമുക്കുണ്ട്. അപ്പൊ അതിനേക്കാൾ ഇതിലാണ് മഞ്ഞ് എന്ന കൃതി നിങ്ങളൊക്കെ പഠിച്ച് അത് പ്രസന്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നാലും അതൊരു കേരളീയ പശ്ചാത്തലത്തിൽ നടക്കുന്നതല്ല. എങ്കിലും MT അതിൻ്റെ ഒരു സ്ത്രീയുടെ മാനസിക ചിന്തകൾ, ഒരു സ്ത്രീയുടെ എല്ലാ വിഫലത നിറഞ്ഞ മനസ്സിനെ രേഖപ്പെടുത്തുന്നത് മറ്റു നോവലുകളിൽ നിന്നും കൃതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തകളാണ് അതിലുള്ളത്. അപ്പൊ അത് എല്ലാ കുട്ടികളും നന്നായി പ്രസന്റ് ചെയ്യാന്നാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൊപ്പത്ത് വൻ ലഹരിവേട്ട. ലോറിയിൽ കൊണ്ടുവന്ന 188 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വാഹനമോടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി അലി അഷർ അറസ്റ്റ്. മനുഷ്യക്കടത്ത് ആരോപിച്ച ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പെരിന്തൽമണ്ണയിൽ വൻ പ്രതിഷേധം. വിവിധ ഇടവകകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മതേതര ജനാധിപത്യ രാജ്യത്തിനേറ്റ കളങ്കമാണ് അറസ്റ്റെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. മരം വെട്ടുന്നതിനിടെ തൊഴിലാളി അരയിൽ കയർ കുരുങ്ങി മരിച്ചു. മണ്ണാർക്കാട് കരിമ്പ ഇടക്കുറിശി ബെന്നിപ്പോൾ എന്ന പാലാ രാജുവാണ് മരിച്ചത്. സുരക്ഷയ്ക്കായി അരയിൽ കെട്ടിയ കയറിൽ കൊമ്പ് പൊട്ടിവീണാണ് അപകടം. ഒറ്റപ്പാലത്തുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമം. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് റെയിൽവേ. മാന്നന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് ക്യാമറകൾ വച്ചത്. നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ വരെയാക്കണമെന്ന ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ. നിലവിൽ കൊച്ചുവേളി വരെയാണ് സർവീസ്. ആവശ്യം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.